ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പൻ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ സിംഗുകണ്ടത്തെത്തിയ ആന പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ തുടർന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. മൂന്നാറിലെ പോലെ ചിന്നക്കനാലിലും സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിക്കണമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് ചക്കക്കൊമ്പൻ സിംഗുകണ്ടത്ത് ഇറങ്ങിയത്. മേഖലയിലെ കൃഷിയിടങ്ങൾക്ക് നാശം വിതച്ചു. സിംഗുകണ്ടത്ത് സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് ബിന്നുകളും തകർത്തു. കഴിഞ്ഞ 2 മാസത്തിലധികമായി സമീപ മേഖലയായ BL റാമിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവായി നാശം വിതച്ചിരുന്നു. 2 മാസമായിട്ട് ആനകളെല്ലാം BL റാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി നമ്മുടെ സിംഗാണ്ടം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ അനാസ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. മൂന്നാറിൽ ഇപ്പം ഡ്രോണ് മുതലായവ വെച്ച് നിരീക്ഷണം നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. BL റാവിൽ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ ആന 2 ദിവസമായിട്ട് സിംഗാണ്ടത്ത് എത്തിയേക്കുവാണ്. അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ട് RRT സംഘത്തെ ചിന്നക്കനാലിൽ സ്ഥിരമായി നിയമിക്കുകയും അവർക്ക് പ്രത്യേകം വണ്ടി കൊടുത്ത് ആനയെ നിരീക്ഷിക്കാനും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാതെ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഉള്ള നടപടി വളരെ അടിയന്തരമായിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കണമെന്നാണ് സിംഗാണ്ടത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാറിൽ പടയപ്പയെ സ്ഥിരമായി നിരീക്ഷിക്കാൻ വനം വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാന രീതിയിൽ ചിന്നക്കനാലിലും നിരീക്ഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചു. സിംഗുകണ്ടത്ത് സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് ബിന്നുകളും തകർത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു.